ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വാറ്റിനെ പറ്റിയിട്ടാണ്. സോ വാറ്റി എന്ന് പറയുന്ന ബിസിനസ് മെസ്സേജിങ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. സോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വാറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, വാറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ എല്ലാവർക്കും വാട്സപ്പ് അറിയുമെന്ന് വിചാരിക്കുന്നു. സോ വാട്സപ്പ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പഠിക്കുന്ന കുട്ടികൾ തൊട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് വരെ ലൈഫിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ടീച്ചർമാർ ഈസി ആയിട്ട് വാട്സപ്പ് കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് കൂടെയും അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്, സോഷ്യൽ ഇൻട്രാക്ഷൻസും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു കാവ് ഉണ്ടെങ്കിൽ അവിടുത്തെ വേലയുണ്ടെങ്കിൽ അത് തൊട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ക്ലബ്ബുകൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലേ? സോ ബൾക്കായിട്ട് ഒരു 1 മില്യൺ ഡാറ്റാബേസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. സോ മേ ബി ഞാനിപ്പോൾ ഒരു തുണിക്കട നടത്തുന്നുണ്ട്. തുണിക്കടയിൽ എനിക്ക് പൊട്ടൻഷ്യലായിട്ടൊരു 1 മില്യൺ ആൾക്കാർ അവിടെ വന്നു പോയി. അപ്പോൾ 1 മില്യൺ ആൾക്കാർ ഓൾമോസ്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളൊരു പുതിയൊരു അപ്ഡേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് അയക്കുക? ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? സ്റ്റാറ്റസ് ഇട്ടാൽ കാണാണ്ടിരിക്കാം. നോർമൽ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിലും 251 കോൺടാക്ട്സ് വരെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ് ടു 30 ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് അവർ ഫ്രീ ആയിട്ട് തരുന്നത്, അതിന് പെയ്ഡാണ്. സോ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്താ ചെയ്യുക? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം, HP പെട്രോളിയം, അങ്ങനത്തെ ഹൗസ് ഹോൾഡ് ഗ്യാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ. നമ്മളെല്ലാവരും വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഗ്യാസിൻ്റെ ഒക്കെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇന്ത്യൻ ഗ്യാസിൻ്റെ നമ്പറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്ന പോലെ കുറേ ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിന് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് വാറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഇതെന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ബിസിനസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പം മെറ്റയുടെ വാട്സപ്പ് API എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളും അതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പനിയായ വാറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടി കൊളോബ് ചെയ്തിട്ടാണ് വാറ്റി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ പ്ലസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്നുമില്ല, മെറ്റ എന്നുള്ളൊരു API കോൾ ചെയ്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഫേസ്ബുക്ക് അക്കൗണ്ടും നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന നമ്പറും കൂടി ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് കുറച്ച് അപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പം ഈ പറയുന്നത് മൊത്തം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ വാറ്റി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കാം. ലിമിറ്റഡ് എന്ന് പറഞ്ഞാലും 1000 വരെ ലിമിറ്റ് ഉണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വേൾഡിൽ എല്ലാവർത്തേക്കും നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വലിയ 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 കോൺടാക്ട് ഡാറ്റാബേസസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ചാറ്റ് ബോട്ട്സ് ഇനേബിൾ ചെയ്യാം. അങ്ങനെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് വാറ്റി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. വാറ്റി മാത്രമൊന്നല്ല, ഒരുപാടുണ്ട്. ലിബ്രോമി ഉണ്ട്, മെയിൽ ചിമ്പ് ഉണ്ട്, ഡബിൾ ടിക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് വാറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ വാറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോയി www.vati.io എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് കിട്ടും. സോ വാറ്റി പറയണ കേട്ടോ, നമ്പർ 1 വാട്സപ്പ് ഗ്രോത്ത് പ്ലാറ്റ്ഫോം ആണ്, കൺവേർഷൻ ഗ്രോത്ത് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ സെയിൽസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും വാറ്റി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാണ്ട് ഒരുപാട് സെയിൽസ് ലോസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ വാറ്റി യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വാറ്റിയുടെ ഇതിലോട്ട് പോയി. അപ്പോൾ ഇവരുടെ ഒരുപാട് എന്താ പറയുക, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്വാളിറ്റി ലീഡ്സ് എങ്ങനെയാണ് 24/7 സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം നന്നായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ ഇതിൽ. എന്താണ് ഇവരുടെ സർവീസസ് നന്നായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഈ വാറ്റി പോലത്തെ വേറെ കുറേ പ്ലാറ്റ്ഫോമുകൾ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുന്നതിന് മുന്നേ മെറ്റയുടെ ബിസിനസ് പാർട്ട്ണർ ഡയറക്ടറി എന്ന് പറയുന്ന facebook.com/business/partner-directory എന്ന് പറയുന്ന ഈ URL കയറി കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ ലിസ്റ്റ് കാണും. ഇപ്പോൾ ബ്രൗസ് പാർട്ട്ണർ ഡയറക്ടറി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ
നമ്മൾ ഏത് നാട്ടിലാണ് നിൽക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സർവീസ് മോഡൽസ് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മുടെ പാർട്ട്ണർ കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇതിൽ പെടുന്ന ഒരു എന്താ ടൂളാണോ എന്നുള്ളത് നോക്കി നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മെസ്സേജിങ് ഇതിന് വേണ്ടിയിട്ടും മെഷർമെന്റിന് വേണ്ടിയില്ല, മെസ്സേജിങ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ വാറ്റി ഇതിലുണ്ടോ എന്നുള്ളതാണ് തപ്പി നോക്കട്ടെ പാർട്ട്ണർ ഡയറക്ടറിൽ. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തപ്പാൻ പറ്റും. മെസ്സേജിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണോ, മെഷറിംഗ് ആണോ, കൺവേർഷൻ ആണോ, സെൽ ഓൺ ഫേസ്ബുക്ക് ആണോ, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് തപ്പി നോക്കി നോക്കാം. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മുടെ തപ്പുന്ന നമ്മുടെ പാർട്ട്നേഴ്സ് ഈ ലിസ്റ്റിൽ പെടുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഓക്കെ, വാറ്റിയിൽ പെടുന്ന ഒരു ഇതാണ്. നമുക്ക് ആദ്യത്തെ ഒരു ടോപ്പ് 10 തന്നെ കിടക്കുന്നുണ്ടാവും വാറ്റി എന്ന് പറയുന്നത്. ബ്ലൂഗോ, ഷോപ്പ് ലൈൻ, സിഗ്നൽ, സ്റ്റാപ്പി, ട്രാക്ക് ബി, ട്രാക്ക്ലെറ്റ്, ട്രഷർ, സാപ്പിയർ എന്ന പരിപാടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. സാപ്പിയർ ഒക്കെ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ പെടുന്ന നമ്മുടെ ഒരു എന്താണ് ഒരു ടൂളാണ് ഈ പറയുന്ന വാറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കയറി നോക്കുക, അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൺട്രീസ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ എന്താ പറയുക, കോസ്റ്റാറിക്കയിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ കൂടി നമുക്ക് അറിയാൻ പറ്റും ഏത് കമ്പനിയാണുള്ളത് പറ്റ പാർട്ട്ണർഷിപ്പിലുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ തപ്പി നോക്കാൻ വേണ്ടി. പാർട്ട്ണർ ഡയറക്ടറിയിൽ മസ്റ്റായിട്ട് കയറി നോക്കണം. ഓക്കെ, സോ ഞാൻ ഇന്ന് വാറ്റിനെ പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു ബേസിക് നോളജ് തന്നെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി തന്നെ നോക്കി നോക്കണം, നന്നായിട്ട് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ സെലക്ട് ചെയ്യുക. വാറ്റി ഉണ്ട്, ലിബ്രോമി ഉണ്ട്, മീൽചിമ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ പ്രൈസിങ് നോക്കുക. ഇതിന് ആവശ്യത്തിന് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി പ്രൈസിങ് എന്ന് പറയുന്ന വാറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിങ് അറിയാൻ പറ്റും. 3 പ്ലാറ്റ്ഫോംസിൽ 6 പ്ലാറ്റ്ഫോംസ് ആണ് ഇവർക്കുള്ളത്. ആദ്യം ഗ്രോത്ത് പ്രോ, ബിസിനസ്, അങ്ങനെ 3 എണ്ണം, പിന്നെ ഒരെണ്ണം ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള 3 പ്ലാറ്റ്ഫോംസുമാണ് ഇവർക്കുള്ളത്. അങ്ങനെ 6 എണ്ണം മൊത്തമായിട്ടുണ്ട്. ഈ ഗ്രോത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുത്താൽ തന്നെ നമുക്ക് ഒരുവിധം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. പ്രോ എന്ന് പറയുന്നതും ബിസിനസ് എന്ന് പറയുന്നതും അത്രയും പൊട്ടൻഷ്യലായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ഡാറ്റാബേസ് ഉള്ളവർ മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോന്നിനും എന്തൊക്കെ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. നോക്കിയതിന് ശേഷം മാത്രം ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വാറ്റിൻ്റെ ഡാഷ്ബോർഡിനെ പറ്റിയിട്ട് പഠിക്കാം.